മലയാളി മെഡിക്കോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പാമാർ അപ്പോന്യൂറോസിസ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ഷോർട്ട് നോട്ടായിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് യൂഷ്വലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പാമാർ അപ്പോന്യൂറോസിസ്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റീവ്സ് ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് ആൻഡ് ക്ലിനിക്കൽ അനാട്ടമി. Introduction. The deep fascia of wrist and hand is specialized form flexor retinaculum at wrist, Palmar Aponeurosis in palm, fibrous flexor sheath in fingers. അതായത് നമ്മുടെ കയ്യിലും റിസ്റ്റിലുമായിട്ടുള്ള ഡീപ് ഫേഷ്യ എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്തിട്ട് റിസ്റ്റിൽ അത് ഫ്ലെക്സർ റെറ്റിനാക്കുലമായിട്ട് മാറും. പാമർ അപ്പോന്യൂറോസിസും ഫിംഗേഴ്സിൽ ഫ്ലെക്സർ ഫൈബ്രസ് ഷീറ്റുമായിട്ടാണ് നമ്മൾ ഡീപ് ഫേഷ്യ മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് പാമാർ അപ്പോന്യൂറോസിസ് എന്ന് നോക്കാം. The deep fascia of the palm is thin over the thenar and hypothenar eminences and thick in the central part of the palm where it forms the palmar aponeurosis. അപ്പോൾ നമ്മൾ പാമിൽ ഡീഫേഷ്യ ഉണ്ട്. അപ്പോൾ ആ ഡീഫേഷ്യ തീനർ ആൻഡ് ഹൈപ്പോത്തീനർ എമിനൻസിൽ വളരെ തിന്നായിരിക്കും. എന്നാൽ നമ്മുടെ പാമിൻ്റെ സെൻട്രൽ പാർട്ടിൽ ഈ ഡീഫേഷ്യ എന്ന് പറയുന്നത് നല്ല തിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ പാമിൻ്റെ സെൻട്രൽ പാർട്ടിൽ തിക്കായിട്ട് കാണപ്പെടുന്ന ഡീഫേഷ്യനെയാണ് നമ്മൾ പാമർ അപ്പോന്യൂറോസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. Strong, well-defined part of deep fascia of the palm that covers the long flexor tendons and superficial palmar arch. അതായത് ഇത് നമ്മൾ പാമിൻ്റെ സെൻട്രൽ പാർട്ടിൽ കാണപ്പെടുന്ന ഡീപ് ഫേഷ്യ എന്ന് പറഞ്ഞു. ഇത് വളരെ സ്ട്രോങ് ആണ്. അതേപോലെ ലോങ് ഫ്ലെക്സർ ടെൻഡൻസിനെയും സൂപ്പർഫിഷ്യൽ പാമാർ ആർച്ചിനെയും ഇത് കവർ ചെയ്യുന്നുണ്ട്. ട്രയാങ്കുലർ ഇൻ ഷേപ്പ്, ഇതിന് ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. എപ്പെക്സ് ഡയറക്റ്റഡ് പ്രോക്സിമലി ടുവേർഡ്സ് ദ ഫിംഗേഴ്സ്. അപ്പോൾ ഇതിന് എപ്പെക്സ് ഉണ്ട്. ഈ എപ്പെക്സ് എന്ന് പറയുന്നത് റിസ്റ്റിൻ്റെ അടുത്തോട്ടാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ബേസ് എന്ന് പറയുന്നത് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ റൂട്ട് ഓഫ് ദ ഫിംഗേഴ്സിൻ്റെ റൂട്ടിൻ്റെ അടുത്തോട്ടാണ് ഇതിൻ്റെ ബേസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് മെയിനായിട്ട് 4 പാർട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. എപ്പെക്സ്, ബേസ്, മീഡിയൽ ബോർഡർ ആൻഡ് ലാറ്ററൽ ബോർഡർ. നമുക്ക് ഫസ്റ്റ് എപ്പെക്സിനെ കുറിച്ച് നോക്കാം. നാരോ പ്രോക്സിമൽ എൻഡ് ഓഫ് ദി പാമർ അപ്പോന്യൂറോസിസ് വിച്ച് ബ്ലെൻഡ്സ് വിത്ത് ദി ഫ്ലെക്സർ റെറ്റിനാക്കുലം. അത് നമ്മൾ പറഞ്ഞു എപ്പെക്സ് എന്ന് പറയുന്നത് എൻ്റെ പ്രോക്സിമൽ പാർട്ടിലായിട്ടാണ് എപ്പെക്സ് നമുക്ക് കാണുന്നത്. ഈ എപ്പെക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇത് ഫ്ലെക്സർ റെറ്റിനാക്കുലവുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് കാണുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്ലെക്സർ റെറ്റിനാക്കുലം എന്ന് പറയുന്നത് റിസ്റ്റിൽ കാണപ്പെടുന്ന ഡീഫേഷ്യൻ്റെ മോഡിഫിക്കേഷനാണ്. അതുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ പാമർ അപ്പോന്യൂറോസിസിൻ്റെ എപ്പെക്സ് കാണുന്നത്. ഇറ്റ് സൂപ്പർഫിഷ്യൽ ഫൈബർ ആർ കണ്ടിന്യൂസ് വിത്ത് ദി ടെൻഡൻ പാമാരിസ് ലോങ്കസ്. അതേപോലെ തന്നെ ഈ എപ്പെക്സിൻ്റെ സൂപ്പർഫിഷ്യൽ ഫൈബർ ഉണ്ടല്ലോ, അത് ടെൻഡൻ പാമാരിസ് ലോങ്കസ്, അതായത് പാമാരിസ് ലോങ്കസ് മസിലിൻ്റെ ടെൻഡനുമായിട്ടത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ പാർട്ടാണ് ബേസ്. ദ ബ്രോഡ് ഡിസ്റ്റൽ എൻഡ് ഓഫ് ദി പാമർ അപ്പോന്യൂറോസിസ്. പാമർ അപ്പോന്യൂറോസിസിൻ്റെ ബ്രോഡായിട്ട് കാണപ്പെടുന്ന ഡിസ്റ്റൽ എൻഡിൽ കാണപ്പെടുന്ന പാർട്ടാണ് ബേസ് എന്ന് പറയുന്നത്. പ്രോക്സിമൽ ടു ദി ഹെഡ്സ് ഓഫ് ദി മെറ്റാകാർപ്പസിൻ്റെ ഹെഡിന് പ്രോക്സിമലാണ്. ബേസ് ഡിവൈഡ്സ് ഇൻറ്റു 4 ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലിപ്സ്, 1 each for medial 4 digits. അതായത് ഈ ഒരു ബേസ് എന്ത് ചെയ്തിരുന്നു, 4 ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. അത് ഓരോ സ്ലിപ്സും എന്ത് ചെയ്യുന്നു, നമ്മുടെ മീഡിയലിക് സൈഡിൽ കാണപ്പെടുന്ന 4 ഡിജിറ്റ്സിലായിട്ടാണ് അത് പോകുന്നത്. ഈച്ച് സ്ലിപ്സ് ഡിവൈഡ്സ് ഇൻറ്റു 2 സ്ലിപ്സ് ദാറ്റ് ബ്ലെൻഡ് വിത്ത് ദി ഫൈബ്രസ് ഫ്ലെക്സർ ഷീറ്റ് ഓഫ് കറസ്പോണ്ടിങ് ഡിജിറ്റ്സ്. അതായത് ഇതെന്ത് ചെയ്തിരിക്കുന്നു, നമ്മൾ പറഞ്ഞു 4 സ്ലിപ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഓരോ സ്ലിപ്സ് ഇത് വീണ്ടും 2 സ്ലിപ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഡിജിറ്റ്സിലോട്ട് അതിൻ്റെ ഫ്ലെക്സർ ഫൈബ്രസ് ഷീറ്റുമായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ഡിജിറ്റൽ നെർവ്സ് ആൻഡ് വെസൽസ് ആൻഡ് ടെൻഡൻസ് ഓഫ് ലംബ്രിക്കൽസ് എമർജ് ത്രൂ ഇൻ്റർവെൽസ് ബിറ്റ്വീൻ ദി സ്ലിപ്സ്. അതായത് നമ്മൾ പറഞ്ഞു ഇത് 4 സ്ലിപ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പിന്നെ അത് ഫിംഗേഴ്സിന് കൊടുക്കുമെന്നും പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക്, അതായത് ഇടയ്ക്ക് കാണപ്പെടുന്ന ഡിജിറ്റൽ നെർവ്സും വെസൽസും ടെൻഡൻസ്, ലംബ്രിക്കൽസിൻ്റെ ടെൻഡൻസും എല്ലാം തന്നെ ഈ സ്ലിപ്സിൻ്റെ ഇടയ്ക്കായിട്ടാണ് കാണുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ പാർട്ടാണ് മീഡിയൽ ബോർഡർ. കണ്ടിന്യൂസ് വിത്ത് ഡീപ് ഫേഷ്യ കവറിങ് ദി ഹൈപ്പോത്തീന മസിൽസ് ആൻഡ് ഗീവ് ഒറിജിൻ ടു ദി പാമാരിസ് ബ്രെവിസ്. നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്നത് മീഡിയൽ സൈഡിൽ കാണപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹൈപ്പോത്തീനർ മസിൽസിനെയാണ് ഈ ഒരു ഭാഗം കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ പാമാരിസ് ബ്രെവിസിനുള്ള ഒരു ഒറിജിനാണ് ഇത് നൽകുന്നത്.
മീഡിയൽ പാമാർ സെപ്റ്റം എക്സ്റ്റെൻസ് ഇൻവേർട്സ് ഫ്രം ഇറ്റ്സ് എഡ്ജ് ടു ദ ഫിഫ്ത്ത് മെറ്റാകാർപ്പൽ. അതായത് ഇതിന് 2 സെപ്റ്റംസ് ആണ് ഈ ഒരു മീഡിയൽ ബോർഡറിനകത്ത് മെയിനായിട്ട് വരുന്നത്. മീഡിയൽ പാമാർ സെപ്റ്റം ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് പാമാർ സെപ്റ്റം ഉണ്ട്. മീഡിയൽ പാമാർ സെപ്റ്റം എന്ത് ചെയ്യുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മീഡിയൽ ബോർഡറിനും അതുപോലെ തന്നെ ഫിഫ്ത്ത് മെറ്റാകാർപ്പലിനും ഇടയ്ക്കായിട്ടാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് ഇൻ്റർമീഡിയറ്റ് പാമാർ സെപ്റ്റം. അതെന്ന് പറയുന്നത് ഒരു ഒബ്ലീക്ക് ഷേപ്പിലാണ് ആക്ച്വലി അത് കാണപ്പെടുന്നത്. അതായത് ഈ മീഡിയൽ ബോർഡറിനും തേർഡ് മെറ്റാകാർപ്പലിനും ഇടയ്ക്ക് ഒരു ഒബ്ലീക്ക് ഷേപ്പിലാണ് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് പാമാർ സെപ്റ്റം കാണുന്നത്. നാലാമത്തത് ലാറ്ററൽ ബോർഡർ. ലാറ്ററൽ എഡ്ജ് ഓഫ് ദി അപ്പോന്യൂറോസിസ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ ഡീപ് ഫേഷ്യ കവറിംഗ് ദ തീനാർ മസിൽസ്. അതായത് ഇതെന്ന് പറയുന്നത് തീനാർ മസിൽസിനെ കവർ ചെയ്തിട്ടാണ് ഈ ലാറ്ററൽ ബോർഡർ കാണുന്നത്. ദ ലാറ്ററൽ പാമാർ സെപ്റ്റം എക്സ്റ്റെൻസ് ഇൻവേർഡ് ഫ്രം ഇറ്റ്സ് എഡ്ജ് ടു ദി ഫസ്റ്റ് മെറ്റാകാർപ്പൽ. അതായത് ഈ ലാറ്ററൽ ബോർഡർ എന്ന് പറയുന്നത് എവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, ലാറ്ററൽ പാമാർ സെപ്റ്റം എന്ന് പറയുന്നത് ഈ ലാറ്ററൽ ബോർഡറിൽ നിന്ന് ഫസ്റ്റ് മെറ്റാകാർപ്പലിലോട്ടാണത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പാമാർ അപ്പോന്യൂറോസിസിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ഗ്രിപ്പ് ഓഫ് ദി ഹാൻഡ് ബൈ ഫിക്സിങ് ദ സ്കിൻ. അതായത് നമ്മുടെ സ്കിന്നിനെ ഫിക്സ് ചെയ്യുന്നു, ഹാൻഡുമായിട്ട് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കൈക്ക് നല്ല രീതിയിലുള്ള ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പാമാർ അപ്പോന്യൂറോസിസിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ. സെക്കൻഡ് ഫങ്ഷൻ പ്രൊട്ടക്ട്സ് ദ അണ്ടർലൈങ് ടെൻഡൻസ്, നെർവ്സ് ആൻഡ് വെസൽ. ഉള്ളിലുള്ള ടെൻഡൻസിനും നെർവ്സിനും വെസൽസിനും ഒക്കെ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫങ്ഷൻ. ഇനി നമ്മളെപ്പോഴും ഒരു ഷോർട്ട് നോട്ട് ആണെങ്കിലും എസ്സേ ആണെങ്കിലും എപ്പോൾ എഴുതുമ്പോഴും ഒരു ക്ലിനിക്കൽ അനാട്ടമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്ലിനിക്കൽ അനാട്ടമി ഡുപ്പിട്രൻസ് കോൺട്രാക്ഷൻ ആണ്. This condition is due to the inflammation involving ulnar side of the Palmar Aponeurosis. അതായത് നമ്മുടെ പാമാർ അപ്പോന്യൂറോസിൻ്റെ അൾനാർ സൈഡിൽ വരുന്നൊരു ഇൻഫ്ലമേഷനാണ് ആക്ച്വലി ഈ കണ്ടീഷൻ. ദർ ഈസ് തിക്കനിങ് ആൻഡ് കൺട്രാക്ഷൻ ഓഫ് ദി അപ്പോന്യൂറോസിസ്. ഈ അപ്പോന്യൂറോസിസ് കൺട്രാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ തിക്കൻ ചെയ്തുമാണ് കാണുന്നത്. ആസ് എ റിസൾട്ട് ദ പ്രോക്സിമൽ ഫാരിങ്സ് ആൻഡ് ലേറ്റർ ദ മിഡിൽ ഫാരിങ്സ് ബിക്കം ഫ്ലെക്സ്ഡ്. ഫസ്റ്റ് പ്രോക്സിമൽ ഫാരിങ്സും പിന്നീട് മിഡിൽ ഫാരിങ്സും ഈ ഒരു കണ്ടീഷനിൽ ഫ്ലെക്സ് ചെയ്യുന്നു. ദ റിംഗ് ഫിംഗർ ഈസ് മോസ്റ്റ് കോമൺലി ഇൻവോൾവ്. മെയിനായിട്ട് റിംഗ് ഫിംഗറാണ് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി, പാമാർ അപ്പോന്യൂറോസിസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.